Hello students, now we go to the theorem which can be interpreted as the limit theorem. Given functions f and g from a to r, where a is a subset of the real line and a cluster point c element of r of the domain of the functions, common domain a of both of the functions. Then we select another real constant b. If limit extends to c, f equal to L and limit extends to c, g equal to m. C ile f ഇന്റെയും g യുടെയും ലിമിറ്റ്സ് തന്നിട്ടുണ്ട് L ഉം M. Then limit extends to c, f plus g equal to L plus m. That is a first result. Then similarly limit extends to c, f minus g equal to L minus m. Limit extends to c, f into g, Lm. Limit extends to c, b into f equal to b into f in the limit L extends to c ഉള്ളതുകൊണ്ടാണ് നമ്മളോട് b എടുത്തത്, അല്ലെങ്കിൽ സാധാരണ കോൺസ്റ്റന്റ് c ആയിരുന്നു വിളിക്കുക. If h from a to r and പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് h എന്ന് പേര് എടുക്കുന്നത്, g തന്നെ പറയാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ സീക്വൻസിന്റെ കേസിൽ കണ്ട പോലെ തന്നെ ഡിവിഷൻ നടക്കണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവാതിരിക്കണം. അതുകൊണ്ട് ആദ്യത്തെ കണ്ടീഷൻ if hx not equal to 0 for all x element of a and if limit extends to c, h of x equal to h also not equal to 0. Then limit extends to c, f by h functions equal to f in the limit L, h in the limit h, L by h. h non-zero ആണ്, h of x എല്ലായിടത്തും non-zero ആണ്. അതുകൊണ്ട് ഈ റാഷണൽ ഫങ്ഷൻസിന്റെ എക്സ്പ്രഷൻസ് വാലിഡ് ആണ്. അതിനു മുമ്പ് നമുക്ക് ഈ സം ഓഫ് ഫങ്ഷൻസ്, ഡിഫറൻസ് ഓഫ് ഫങ്ഷൻസ് നിങ്ങൾക്ക് അറിയാവുന്ന ഐഡിയ ആണ്. എന്നാലും f and g are functions of common domain, real valued functions. f from a to r and g from a to r are given functions. f comma g എന്ന് ഞാനിപ്പോൾ അങ്ങ് എഴുതാം, are functions from a to r, where a is a subset of r. a is a subset of r. Then ഇവിടെ ഇപ്പം നമുക്ക് ക്ലസ്റ്റർ പോയിന്റ് ഒന്നും പ്രശ്നമല്ല. അപ്പം നമ്മൾ ഫംഗ്ഷൻസിന്റെ സം എങ്ങനെയാണെന്ന് പറയാം. എഫ് പ്ലസ് ജി സം പറയണമെങ്കിൽ ഒരേ ഡൊമൈനിലായിരിക്കും, എന്നാലേ എഫ് എക്സും ജി എക്സും ആ പോയിന്റ്സിലൊക്കെ ഉണ്ടാവുള്ളൂ, രണ്ടിന്റെ ഉണ്ടാവും. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ദ സം ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് നമുക്കറിയാം, ജി ഓഫ് എക്സ് നമുക്കറിയാം. അവരെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ അറിയാം, അതിന്റെ സം ചെയ്യാം. സിമിലർലി എഫ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആൻഡ് എഫ് ഇൻറ്റു ജി, അതോടെ എഴുതി കാണിക്കത്തില്ല, ഓഫ് എക്സ് ഡോട്ട് ഇട്ടും ഇടാതെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എഫ് ഓഫ് എക്സ് അറിയാം, ജി ഓഫ് എക്സ് അറിയാം, അതിന്റെ പ്രോഡക്ട്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. ഇതാണ് പ്രോഡക്റ്റ്. ഇനി റിയൽ കോൺസ്റ്റന്റ് ബി തന്നിട്ടുണ്ടെങ്കിൽ ബി, ദിസ് ഇസ് കോൾഡ് ദ മൾട്ടിപ്പിൾ ഓഫ് എഫ്. ഫോർ ബി എലമെന്റ് ഓഫ് ആർ ദ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് എഫ്. പേരൊക്കെ നിങ്ങൾ നോട്ടിലുണ്ട്, അതുകൊണ്ടങ്ങ് കംപ്ലീറ്റ് ചെയ്തോണം. ബി എഫ് ഓഫ് എക്സ്, ഇപ്പൊ ഇട്ടത് ബി എഫിന് ഒരുമിച്ചാണ് ബ്രാക്കറ്റ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്നുള്ള വാല്യൂ അറിയാം, ആ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാനിങ്ങനെ എഴുതാം, ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. ഇതെല്ലായിടത്തും ഉള്ളതാണ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. എയിലേ പറയത്തുള്ളൂ ഈ ഫംഗ്ഷൻസ്, എഫും ജിയും എയിലേ പറഞ്ഞിട്ടുള്ളൂ. എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, വി എഫ് ഒക്കെ എയിലേ പറയത്തുള്ളൂ. ഇനി എഫ് ബൈ ജി എന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം, അല്ലെ എഫ് ബൈ എച്ച് പറയണമെങ്കിൽ അങ്ങനെ പറയാം. ഇഫ് ജി ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ ആദ്യം ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ജി എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. എയിലാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് എയിൽ എല്ലായിടത്തും ജി എക്സ് നോൺ 0 ആണെങ്കിൽ എഫ് ബൈ ജി ഇസ് ഡിഫൈൻഡ് ബൈ എഫ് ബൈ ജി, ലിമിറ്റിന്റെ പ്രശ്നമൊന്നും ഇപ്പൊ ഇല്ല. എഫ് ബൈ ജി ദ ഫംഗ്ഷൻ നൊട്ടേഷൻ അറ്റ് എക്സ് ഇസ് ഡിഫൈൻഡ് ബൈ എഫ് അറ്റ് എക്സ് അറിയാം, ഡിവൈഡഡ് ബൈ ജി അറ്റ് എക്സ്, given that gx not equal to 0 for all x element of it. These are the definitions for some difference, scalar multiple വെറുതെ മൾട്ടിപ്പിൾ എന്നും പറയാറുണ്ട് df-നെ, and quotient of two functions. സ്കെയിലാർ മൾട്ടിപ്പിൾ 2 ഫംഗ്ഷൻസ് ഇല്ല, ഒരെണ്ണം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇതിനു മുന്നോടിയായി അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷൻ. അതിനുശേഷമാണ് ഈ തിയറം പറയുക, ഇതിനെ നമുക്ക് ലിമിറ്റ് തിയറം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ സീക്വൻസുമായിട്ട് കണക്ട് ചെയ്യാം. യൂസിങ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് പ്ലസ് ജി ഈക്വൽ ടു എൽ പ്ലസ് എഫ്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കാൻ പോകുന്ന പ്രൂഫ്, തിയറത്തിന്റെ പ്രൂഫ് അതിനാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് പ്ലസ് ജി, എഫ് പ്ലസ് ജിയുടെ ലിമിറ്റ് എൽ പ്ലസ് എം ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകും. എപ്പോഴാണ് ലിമിറ്റ് എൽ പ്ലസ് എം ആവുന്നത്? നമുക്ക് ഡയറക്റ്റ് ഡെഫിനിഷൻ ഉപയോഗിക്കാം. ഇവിടെ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, there exists delta greater than 0 എന്നുള്ള ഡയറക്റ്റ് ഡെഫിനിഷൻ ഉപയോഗിക്കാം.
അല്ലെങ്കിൽ നെയ്ബർഹുഡ് കൺസെപ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിക്കാം. അപ്പോൾ സീക്വൻസുമായിട്ട് ഈ റിസൾട്ടുകൾക്ക് ഞാൻ മുമ്പ് സീക്വൻസിന്റെ ഇതേപോലുള്ള റിസൾട്ടുകൾ പറഞ്ഞിരുന്നല്ലോ, സമ്മ, ഡിഫറൻസ്, മൾട്ടിപ്പിൾ, കോഷ്യന്റിലൊക്കെ. സീക്വൻസുമായിട്ടുള്ള കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിക്കും. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എന്നാ പറയുന്നത്? സിയില് ലിമിറ്റ് പറയണമെങ്കിൽ സിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സീക്വൻസ് എടുക്കുമ്പോൾ സീക്വൻസ് മതി. എക്സുകൾ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാണ്. സി ഇസ് എ ക്ലസ്റ്റർ പോയിന്റ്. എക്സുകൾ എന്ന് പറഞ്ഞാൽ സിക്ക് ചുറ്റുമുള്ള എക്സുകൾ മുഴുവൻ എടുക്കണം. സീക്വൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ വന്ന് സിയിലേക്ക് ടെൻഡ് ചെയ്താൽ മതി. സീക്വൻസ് കൺവേർജസ് ടു സീക്വൻസ് എക്സൻ കൺവേർജസ് ടു സി എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് സീക്വൻസ് എഫ് ഓഫ് എക്സൻ ടെൻസ് ടു സം വാല്യൂ, ഇപ്പം എൽ എന്ന് പറയണം. അന്നേരം എഫ് ടെൻസ് ടു എൽ, അല്ല ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഈക്വൽ ടു എൽ. ലിമിറ്റ് പറയുമ്പോൾ ഈക്വൽ ടു, അല്ല ടെൻസ് ടു എഫ് ടെൻസ് ടു എൽ. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ എഫ് പ്ലസ് ജി എൽ പ്ലസ് എമ്മിലേക്ക് ടെൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്നാ വേണ്ടേ? സിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സീക്വൻസ് എടുക്കുമ്പോൾ എഫ് പ്ലസ് ജി ഓഫ് എക്സൻ ടെൻസ് ടു സി, എഫ് പ്ലസ് ജിയുടെ ലിമിറ്റ് എൽ പ്ലസ് എഫ് പ്ലസ് ജി ഓഫ് എക്സൻ എൽ പ്ലസ് എം ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന ഒരു സീക്വൻസിലാണ്. ദാറ്റ് സീക്വൻസ് എക്സൻ കൺവേർജസ് ടു സി. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? എന്താ അറിയാവുന്നേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ്. ഇത് പ്രൂവ് ചെയ്യാനാ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ റിസൾട്ട് പ്രൂവ് ചെയ്യണം. പക്ഷെ തന്നിരിക്കുന്ന കാര്യം കണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഈക്വൽ ടു എൽ ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി ഈക്വൽ ടു എം. ഈ ലിമിറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വാലിഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സീക്വൻസ് എഫ് ഓഫ് എക്സൻ എക്സനുകളിൽ എഫിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. കണ്ടിന്യൂസ് അല്ല എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ, പക്ഷെ എഫ് എക്സിന്റെ ലിമിറ്റ് എൽ ആണ്. ടെൻസ് ടു എൽ ആസ് ലിമിറ്റ് എഫ് എക്സ്, ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ, ലിമിറ്റ് എഫ് ഓഫ് എക്സ് given to be L and limit g of x equal to m എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ g of ഇതേ എക്സനുകളിൽ തന്നെ നമുക്ക് g വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ സീക്വൻസ് ഫോം ചെയ്യാം. ലിമിറ്റ് m എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിക്ക് നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു എം ആസ് ലിമിറ്റ് g of x, ലിമിറ്റ് g of x ഈക്വൽ ടു എം. ഇത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ ടെൻസ് ടു എൽ, ജി ഓഫ് എക്സ് എൻ ടെൻസ് ടു എം എന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് എന്താ സീക്വൻസ് എക്സ് എൻ ടെൻസ് ടു സ്മോൾ എക്സ്, ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ ഈക്വൽ ടു സീക്വൻസ് വൈ. ഈ റിസൾട്ട് നേരത്തെ മുന്നോടിയായിട്ട് പറഞ്ഞതാണ്. ടെൻസ് ടു വൈ, ദെൻ എക്സ് പ്ലസ് വൈ വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ എക്സ് എൻ പ്ലസ് വൈ എൻ എന്ത് ടൈം ആയിട്ടുള്ള സീക്വൻസ് ദാറ്റ് ടെൻസ് ടു എക്സ് പ്ലസ് വൈ. സമ്മിന്റെ കേസിലാണ് ഈ റിസൾട്ട് നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് ജി ഓഫ് എക്സ് എൻ ടേംസ് ആയിട്ട് വരുന്ന സീക്വൻസ്. അതെങ്ങോട്ട് പോകും? എൽ പ്ലസ് എമ്മിലേക്ക് പോകും ബൈ ലിമിറ്റ് തിയറംസ് ഫോർ സീക്വൻസസ് ആൻഡ് ബൈ ഡെഫിനിഷൻ ഓഫ് ഫങ്ഷൻസ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെയും അത് ചെയ്യാം. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എൻ, എഫ് ഓഫ് എക്സ് എൻ ജി ഓഫ് എക്സ് എൻ എന്ന് രണ്ടായിട്ട് നിൽക്കേണ്ട. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എൻ ദാറ്റ് സീക്വൻസ് ടെൻസ് ടു എൽ പ്ലസ് എം. ആ സീക്വൻസ് എൽ പ്ലസ് എമ്മിലേക്ക് പോയാലാണ് നമുക്ക് പറയാൻ പറ്റുക സീക്വൻഷ്യൽ ക്രൈറ്റീരിയ. ബൈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് പ്ലസ് ജി ഈക്വൽ ടു സം ഓഫ് ദ ലിമിറ്റ്സ് ഓഫ് എഫ് ആൻഡ് ജി അറ്റ് സി ഈക്വൽ ടു എൽ പ്ലസ് എം. ഇത് സമ്മിൻ്റെ. ഇനി ഡിഫറൻസിന്റെ ആകുമ്പോൾ നിങ്ങൾക്കറിയാം മൈനസ് സൈൻ ഇട്ടാൽ മതി. പ്രോഡക്റ്റിന്റെ ആകുമ്പോൾ ഇൻറ്റു സൈൻ ഇട്ടാൽ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നോട്ടിൽ ഇതിപ്പോൾ ഞാൻ എഫ് പ്ലസ് ജിയുടെ ചെയ്തത് ഇപ്പോൾ ഈ ബോർഡിലുണ്ടല്ലോ. നോട്ടിൽ കൊടുത്തിരിക്കുന്നത് എഫ് പ്ലസ് ജിയുടെ ആണോ എഫ് ഇൻറ്റു ജിയുടെ ആണോ എന്ന് സംശയമുണ്ട്. എഫ് പ്ലസ് ജി ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ നോട്ട്സ് എഴുതുമ്പോൾ ഈ പ്രൂഫ് ക്ലിയർ ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ പാർട്ടിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് മൈനസ് ജി. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ മൈനസ് സൈൻ കൊടുത്താൽ മതി. എഫ് ഇൻറ്റു ജി ഡോട്ട് ഉപയോഗിച്ചാൽ മതി. ബി എഫ് ഉപയോഗിക്കണമെങ്കിലും ഇതേപോലെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരെണ്ണം കോൺസ്റ്റന്റ് ആണ്, പെട്ടെന്ന് എഴുതാവുന്നതേ ഉള്ളൂ. ഇനിയും ഡിവിഷന് നോൺ സീറോ ഡിനോമിനേറ്റർ വേണമെന്നുള്ള കാര്യമേ കോഷ്യന്റിന്റെ കാര്യത്തിലുള്ളൂ. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ.
These are all about limit theorems. And now we can extend the concept of sum. F plus g of x പോലെ f1 plus ഈ കൺസെപ്റ്റിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സം എന്ന് പറയുന്ന കൺസെപ്റ്റ്. f1 f2 എല്ലാ ഫംഗ്ഷൻസിന്റെയും ഡൊമൈൻ സെയിം ആയാൽ മതി. f1 f2 etc. Suppose that we have n functions. fn are functions from a to r. സെയിം ഡൊമൈൻ a ഉള്ള ഫംഗ്ഷൻസ് ആണ് എന്ന് വിചാരിക്കുക. C is a cluster point. C is a CP of a cluster point of a. Then ഇതേപോലെ തന്നെ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാം. f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് fn ഓഫ് x എന്ന് പറയുന്നത് f1x പ്ലസ് f2x പ്ലസ് എക്സെട്ര fnx എന്നാകും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. f1ന്റെ ലിമിറ്റ് അറിയാം, f2ന്റെ ലിമിറ്റ് അറിയാം. f1ന്റെ ലിമിറ്റ് L1 എന്നും f2ന്റെ ലിമിറ്റ് L2 എന്നും fnന്റെ ലിമിറ്റ് Ln എന്ന് വിചാരിച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു c ഓഫ് f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര fn ഈക്വൽ ടു L പ്ലസ് m രണ്ടെണ്ണത്തിന് എക്സ്റ്റെൻഡ് ചെയ്തതുപോലെ L1 പ്ലസ് L2 പ്ലസ് എക്സെട്ര പ്ലസ് Ln എന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതുപോലെ തന്നെ പ്രോഡക്റ്റിനും ചെയ്യാം. f1 ഇൻറ്റു f2 ഇൻറ്റു എക്സെട്ര fn എന്ന് പറയുന്നത് f1x ഇൻറ്റു f2x ഇൻറ്റു എക്സെട്ര fnx ആയിരിക്കും. അതിൻ്റെയൊക്കെ ലിമിറ്റ് അറിയാമെങ്കിൽ ലിമിറ്റ്സിന്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. എക്സ്റ്റൻഷൻ നടക്കും. ഇനി പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എല്ലാ f1 f2 fnഉം സെയിം ആണെങ്കിൽ ലിമിറ്റ് f എക്സ്റ്റെൻസ് ടു c f റൈസ് ടു n നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c f റൈസ് ടു n. ദാറ്റ് മീൻസ് f ഇൻറ്റു എക്സെട്ര n ടൈംസ്. റൈസ് ടു n ലിമിറ്റ് എന്നായിരിക്കും. എഫിന്റെ ലിമിറ്റ് എല്ലാണെങ്കിൽ L റൈസ് ടു n ആയിരിക്കും. അപ്പോൾ അങ്ങനെ റിസൾട്ട്സ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി തിയറത്തിന് രണ്ടാമത്തെ കണ്ടീഷനിൽ ഡിനോമിനേറ്റർ നോൺ സീറോ ആണ് എന്നുള്ള കണ്ടീഷൻ എച്ചിനും ബാധകമാണ്. ഈ എച്ച് നോൺ സീറോ അല്ലെങ്കിൽ എച്ച് നോട്ട് ഈക്വൽ ടു സീറോ എന്നുള്ളത് നെസസറി കണ്ടീഷനാണ്. എച്ച് നോട്ട് ഈക്വൽ ടു സീറോ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ലിമിറ്റ് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ രണ്ട് നോട്ട്സും കൂടെ ആ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ എളുപ്പമാണ്. നമ്മൾ ലിമിറ്റ് തിയറംസ് പഠിച്ച് നമ്മൾ എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്സ് ഉപയോഗിച്ച് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഉപയോഗിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഫംഗ്ഷൻസിന്റെ ലിമിറ്റ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് എളുപ്പമായി. പല ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, കോഷ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോഴൊക്കെ നമ്മളുടെ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സും അറേഞ്ച്മെന്റും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഇനി കോഷ്യൻസ് വരുമ്പോൾ ന്യൂമറേറ്ററിന്റെ ലിമിറ്റ് ഡിനോമിനേറ്റർ സീറോ ആകുന്നില്ലെങ്കിൽ ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ്, ഡിനോമിനേറ്റർ സീറോ ആകുന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനൊക്കെയുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ഡെഫിനിഷൻ ഓർ എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഡെഫിനിഷനൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് ഉപയോഗിച്ച് തന്നെ ലിമിറ്റ് കണ്ടുപിടിക്കണം. പക്ഷെ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് നമ്മുടെ ഉദ്ദേശത്തിന് ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ ലിമിറ്റ് തിയറംസ് അറിയാമെങ്കിൽ, അപ്പോൾ പ്ലസ് ടുവിൽ നിങ്ങൾ ലിമിറ്റ് തിയറംസ് അറിയാം, ലിമിറ്റ് തിയറംസ് പ്രൂവ് ചെയ്യുന്നില്ലായിരുന്നു, എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പും കാര്യമായിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് നമ്മൾ വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ലിമിറ്റ്, ഒരു പ്രോഡക്റ്റിന്റെ ലിമിറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണ് എന്ന് മനസ്സിലാവും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 x square plus 1 into x cube minus 4. Limit extends to 2. Limit extends to 2 x square plus 1 into x cube minus 4. Calculate ചെയ്യാൻ ചോദിച്ചാൽ അല്ലെ ഈക്വൽ ടു 20 എന്ന് പ്രൂവ് ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 20. ആൻസർ 20 ആണ് എന്ന് പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ എഴുതും. അത് എക്സ് മൈനസ് 2ന്റെ മോഡുലസിന്റെ ടേംസ് അറേഞ്ച് ചെയ്യാവോ എന്നൊക്കെ നോക്കും. അതാണ് ഡയറക്റ്റ് ഡെഫിനിഷൻ. പക്ഷേ ഈ ലിമിറ്റ് തിയറംസ് ഉപയോഗിച്ച് എളുപ്പമുണ്ട്. x square plus 1ന്റെ ലിമിറ്റും this limit nothing but limit extends to 2 x square plus 1 into limit extends to 2 x cube extends to 2 x cube minus 4. x square plus 1ന്റെ ലിമിറ്റ് ഇപ്പോൾ x സ്ക്വയറിന്റെ ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റിന്റെ കാര്യം പറഞ്ഞു. x സ്ക്വയറിന്റെ x into xന്റെ ലിമിറ്റ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c ഓഫ് x, ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ലിമിറ്റ് ആ പോയിന്റ് തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിന്റെ ലിമിറ്റ് 2 ആണ്. എക്സ് സ്ക്വയറിന്റെ ലിമിറ്റ് എഫ് റൈസ് ടു n എന്നുള്ള നമ്മുടെ കൺസെപ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ അത് 2 സ്ക്വയർ എന്നായി. പ്ലസ് കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് 1 തന്നെയാവും. ഇൻറ്റു ഇവിടെ അതേപോലെ തന്നെ പ്രോഡക്റ്റ് x into x into x 3 ടൈംസ് 2 ക്യൂബ് മൈനസ് 4 എന്നാവും. അത് സിംപ്ലിഫൈ
Simplify the answer 5 into